നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ നേതാക്കന്മാരെല്ലാം, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ, ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, വിദേശകാര്യ വകുപ്പിലെയും പ്രതിരോധ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, പട്ടാള മേധാവികൾ, ഇവരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അവസാനിച്ചിട്ടില്ല. അത് അവസാനിക്കുമായിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്നു. ആ 9 ഭീകര കേന്ദ്രങ്ങൾക്ക് ഇന്ത്യ കനത്ത നാശനഷ്ടം വഹിക്കുന്നു. 25 മിനിറ്റ് നേരം കൊണ്ട് ഈ ഭീകര കേന്ദ്രങ്ങളെയെല്ലാം ഇന്ത്യ ചുട്ടരിക്കുന്നു. അതോടുകൂടി അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പാകിസ്ഥാൻ ഇതിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ആണവ ആയുധമടക്കം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാന് വീണ്ടും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ താൽക്കാലികമായി ഉണ്ടായെങ്കിലും പാകിസ്ഥാൻ ഇനിയും സാഹസം കാണിച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ പട്ടാള ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് ഇനിയും മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അത് ഹഫീസ് സയ്യിദ് ആണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപക നേതാവ് ഹഫീസ് സയ്യിദ്, അതോടൊപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള സാജിദ് മീർ, സക്കീർ റഹ്മാൻ ലഖ്വി എന്നിവരെ ഇന്ത്യക്ക് കൈമാറണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ടുള്ള JP സിംഗ് ആണ് ഇപ്പോൾ ഈ ആവശ്യം പാകിസ്ഥാന് മേൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ 3 കൊടും ഭീകരവാദികൾ മുംബൈ ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യൻ ജനതയോട് വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യയിലെ നിയമമനുസരിച്ച് വലിയ കുറ്റവാളിയാണ്. ഭീകരാക്രമണം നടത്തിയ ആളാണ്. ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള 3 പേരാണ്. അവർക്ക് അഭയം നൽകിയിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ പാകിസ്ഥാനിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ഇപ്പോഴും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അനുവദിക്കുന്നു. അത് അനുവദിക്കാനാവില്ല. പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ നടപടി അവർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഈ 3 പേരെയും ഇന്ത്യക്ക് കൈമാറണം. അമേരിക്കയ്ക്ക് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാമെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാന് ഈ ലഷ്കർ ഇ തോയ്ബ ഭീകരന്മാരെ ഇന്ത്യക്ക് കൈമാറിക്കൂടാ എന്ന ചോദ്യമാണ് ഇന്ത്യയുടെ ഇസ്രായേലിലെ സ്ഥാനപതി അംബാസഡർ ഇപ്പോൾ ചോദിക്കുന്നത്. ഈ ചോദ്യം വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതത്തിൽ ഇത്തരമൊരു ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാന് സാധിച്ചത്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം എന്നത് ഇന്ത്യയിലേക്ക് തഹാവൂർ ഹുസൈൻ റാണയെ എത്തിച്ചതിൻ്റെ പേരിലാണ്. തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് പാകിസ്ഥാന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ത്യയിൽ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ഇവിടെ വിചാരണ ചെയ്യുകയും ചെയ്താൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയാണ് വീണ്ടും ഇന്ത്യയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. അതിൻ്റെ പേരിലായിരിക്കണം ഒരു പക്ഷേ പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ തഹാവൂർ റാണയെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ ഈ ലഷ്കർ ഇ തോയ്ബ ഭീകരവാദികളെ 3 ഭീകരവാദികളെ മുംബൈ ഭീകരാക്രമണ കേസിൽ, അതേ കേസിൽ തന്നെ ഈ സൂത്രധാരന്മാരാണ് ഈ 3 ഭീകരവാദികൾ. ഈ 3 പേരെയും പാകിസ്ഥാൻ്റെ പട്ടാളവും പാകിസ്ഥാൻ്റെ ചാരസംഘടനയും ചേർന്ന് അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ 3 ഭീകരന്മാരെ ഇന്ത്യക്ക് കൈമാറിയാൽ ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും ഇന്ത്യ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് എങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഇനിയും കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. സിന്ധു നദീജല കരാർ അടക്കം ഇന്ത്യ മരവിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി മിസൈലുകൾ മാത്രമല്ല അങ്ങോട്ട് ചെല്ലുക, പലപ്പോഴും വെള്ളം ചെല്ലുകയും ചെല്ലാതിരിക്കുകയും ചെയ്തു. അത് പാകിസ്ഥാൻ്റെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പാകിസ്ഥാൻ്റെ കാർഷിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. സർവോപരി പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. ഇതിൽ പാകിസ്ഥാന് വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇതാ സിന്ധ് മേഖല മുഴുവൻ മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ പാകിസ്ഥാൻ എഴുതി ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാതെ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും ഇന്ത്യ അതിന് മുതിർന്നേക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള 3ാം കക്ഷി ഇടപെടൽ ഇതിലുണ്ടായാലും ഇന്ത്യ സമ്മർദ്ദത്തിലാകാൻ സാധ്യതയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ ഇന്ത്യ അടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യവും ഈ ലഷ്കർ ഭീകരനുൾപ്പെടെ 3 പേരെ ഇന്ത്യക്ക് കൈമാറിയാൽ
ആ കാര്യം പരിഗണിക്കാം എന്നായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനോട് പറയാൻ പോകുന്നത്. ഇടനിലയുമായി വരുന്ന രാജ്യങ്ങൾക്ക് ഇതോടുകൂടി ഉത്തരം മുട്ടുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.